ഞാനിപ്പോൾ ഈ കൊട്ടാരക്കര മീഡിയയോട് സംസാരിക്കുന്നതിൻ്റെ കാരണം കൊട്ടാരക്കര മീഡിയ സത്യസന്ധമായ വാർത്തകൾ ചെയ്യുമെന്ന് എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ അവരെ വിളിച്ച് ഈ വാർത്ത ചെയ്യുന്നതിൻ്റെ കാരണം. പിന്നെ ഞാൻ ഇപ്പം വിളിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് വിജയ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് പരാതി നൽകിയതിന് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തു കൊട്ടാരക്കര പോലീസ്. ഞാൻ ഈ മാസ്ക് വെച്ചേക്കുന്നതിൻ്റെ കാരണം ഞാൻ എൻ്റെ പ്രതിഷേധമായിട്ടാണ് ഞാൻ ഈ മാസ്ക് വെച്ചേക്കുന്നത്. കാരണം എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തതിന് എനിക്ക് എൻ്റെ പ്രതിഷേധമാണ്. ഞാനിപ്പോൾ മാസ്ക് ഊരാൻ പോവാണ്. 5/5/2024 എൻ്റെ അച്ഛനെ ഉദരസംബന്ധമായ അസുഖമായിട്ട് ഈ കൊട്ടാരക്കര വിജയ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നടന്നുപോയ ഒരു മനുഷ്യനെ നഖത്തിൻ്റെ ജീവനുമായിട്ടാണ് എനിക്ക് ഇവർ തിരിച്ചു തന്നത്. പക്ഷേ ഞാൻ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ 23/5/2024 കിംസ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അത് ഞാൻ നിങ്ങളോട് കൊട്ടാരക്കര മീഡിയയോട് ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ. ഞാൻ അതുമായി ബന്ധപ്പെട്ട് പലരുമായി സമീപിച്ചപ്പോൾ പല വിദഗ്ധ ഡോക്ടർമാരും എന്നോട് സംസാരിച്ചത് ഈ പറയുന്ന അച്ഛന് നേരത്തെ ഈ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റൽ നേരത്തെ ഈ രോഗിയെ മറ്റേതെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇവരുടെ അടുത്ത് ഞാൻ പലവട്ടവും ചോദിച്ചു, സാർ ഈ പറയുന്ന കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിനോട് പലവട്ടം ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛനെ ഞാൻ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റു ഹോസ്പിറ്റൽ അവർ താമസിച്ചില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് അന്വേഷിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. 21/6 കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൽ ആയൂർ സ്വദേശികൾ ഒരു പ്രതിഷേധവുമായി അവിടെ വരുന്നത് ഞാൻ കണ്ടു. അവർ പ്രതിഷേധവുമായി വന്നതിൻ്റെ കാരണം രഘുനാഥൻ ആചാരി എന്ന് പറയുന്ന ഒരു അച്ഛനെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടു എന്ന് ആരോപിച്ചാണ് ഈ കൊട്ടാരക്കര വിജയ ആശുപത്രിയുടെ മുന്നിൽ അവർ പ്രതിഷേധിച്ചത്. പക്ഷേ ഞാനത് കണ്ടു എന്ന് പറയുന്നത് സത്യമാണ്. കണ്ടെന്ന് പറയുന്നത് കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റൽ ഓട്ടോ സുഹൃത്തിനെ എനിക്ക് എൻ്റെ വസ്തുസംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിഷേധം ഞാൻ കണ്ടു. ഈ പ്രതിഷേധം കണ്ടു എന്നുള്ള ആരോപണം മാത്രമേ, ഈ തെറ്റ് മാത്രമേ ഞാൻ ചെയ്തതുള്ളൂ. പക്ഷേ ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ് സർ. ഞാൻ കൊട്ടാരക്കരയിൽ പല ആവശ്യങ്ങൾക്കും കൊട്ടാരക്കരയെ എനിക്ക് സമീപിക്കണം. എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ആ ഏരിയയുമായി എനിക്ക് ബന്ധങ്ങളുണ്ട്. ഞാൻ അവിടെ പോയത് സത്യമാണ്. പക്ഷേ അവർ പല മീഡിയകളിലും ഓൺലൈൻ മീഡിയകളിലും അവർ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞു, വിജയ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഞാൻ ഒളിച്ചിരുന്നു എന്നാണ്. പക്ഷേ ഞാൻ ഒളിച്ചിരുന്നതല്ല സാർ. അവർ കൊട്ടാരക്കര പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിന് എൻ്റെ ഫോട്ടോ അവർ പ്രചരിപ്പിച്ചു. അതിൻ്റെ വയലേഷൻ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവും. അത് എൻ്റെ ഒരാളുടെ അനുവാദം കൂടാതെ ഒരു ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അറിവ്. അതിന് നിയമ നടപടിയായി ഞാൻ പോകും. പിന്നെ ഈ പറയുന്ന അവർ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ളക്കേസ് കൊടുത്തു. കള്ളക്കേസ് എന്ന് പറയുന്നത് ഞാൻ അവരുടെ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ അസഭ്യം പറഞ്ഞെന്നും മാർഗതടസ്സമുണ്ടാക്കിയെന്നും ആംബുലൻസ് തടഞ്ഞെന്നും പറഞ്ഞാണ്. സാർ, ഞാൻ ഈ പറയുന്ന അന്ന് നിങ്ങളും അവിടെ വീഡിയോ എടുക്കാൻ വന്നതാണ്. അത് നിങ്ങൾക്കും അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കണ്ടേ? അവിടെ കൊട്ടാരക്കര പോലീസിൽ ഒരു കള്ളക്കേസാണ് കൊടുത്തത്. അങ്ങനെ ഈ കള്ളക്കേസ് കൊടുത്തത് മുഖാന്തരം 21/6 ഈ സംഭവം നടക്കുന്നത്. 2024 ഈ പറയുന്ന എന്നെ കൊട്ടാരക്കര പോലീസ് 1-ാം തീയതി 1/7/2024 എന്നെ ഏകദേശം ഒരു 5 മണിയോടുകൂടി എൻ്റെ ഫോണിലേക്ക് എനിക്കൊരു കോൾ വന്നു, കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലാണെന്നും പറഞ്ഞ്. ഞാൻ അങ്ങനെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അവിടെ ചെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അവിടുത്തെ SI എനിക്ക് മറുപടി തന്നില്ല. പക്ഷേ ഞാൻ അവിടുത്തെ CEO ആയിട്ട് സംസാരിച്ചപ്പോൾ വിജയ ഹോസ്പിറ്റലിൽ നിന്നും ഒരു പരാതി ഉണ്ടെന്നും അതാണെന്നും പറഞ്ഞു. ഞാൻ അന്നേരം കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായില്ല. ഞാൻ അങ്ങനെ ഒരാളുമായി ഒരു ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ എൻ്റെ പേരിൽ കൊട്ടാരക്കര പോലീസ് FIR ഇട്ടെന്നും, അതായത് ഞാൻ ആംബുലൻസ് തടഞ്ഞെന്നും പറഞ്ഞാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇട്ടു. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നത അധികാരികൾക്കും ഭരണകൂടത്തിനും ഞാൻ അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുള്ള തക്കതായ കാര്യങ്ങൾ അന്വേഷിച്ച് എന്നെ അതിൽ നിന്നും ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്.
ഞാനിപ്പം വിളിച്ചതിൻ്റെ കാരണം ഇവർ നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അവർ എന്നെ കൊട്ടാരക്കരയിലെ പ്രമുഖരായ പലരെയും എൻ്റെ സുഹൃത്തുക്കളെ പലരെയും എൻ്റെ അടുത്ത് വിടുകയും എൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നത് കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൻ്റെ പേര് പറയരുതെന്നും അവർക്ക് എൻ്റെ അച്ഛൻ്റെ ചികിത്സയിൽ അവർക്ക് പിഴവ് പറ്റിയെന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാനിതൊന്നും ഇവിടെ വെച്ച് അവസാനിപ്പിക്കില്ല സാർ. ഞാൻ എൻ്റെ അച്ഛൻ്റെ നീതിക്ക് വേണ്ടി ഏത് അങ്ങേയറ്റവും ഞാൻ പോവും. എൻ്റെ അച്ഛന് നീതി വേണം. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നും സത്യസന്ധമാണെന്നും അവർക്ക് മനസ്സിലായത് കൊണ്ടല്ലേ അവർ ഈ പറയുന്ന കൊട്ടാരക്കരയുള്ള എൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞു വിടുന്നത് എൻ്റെ അടുത്ത്. ഞാൻ ഈ പറയുന്നത് എൻ്റെ എന്ത് കാര്യങ്ങളെ, അതായത് എനിക്ക് അവരിൽ നിന്നും ഭീഷണിയുണ്ട്. ഈ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ നിന്നും എനിക്ക് നല്ല ഭീഷണിയുണ്ട്. അതുപോലെ തന്നെ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ത് സംഭവിച്ചാലും അവരായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം. ഈ പറയുന്ന കള്ളക്കേസുകളായാലും ഇനിയും കള്ളക്കേസ് കൊടുക്കുമെന്നും എനിക്ക് അതിയായ ഉൾഭയമുണ്ട് സാർ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ മീഡിയകളുടെ മുന്നിൽ വരാൻ കാരണം. ഈ പറയുന്ന കുറ്റക്കാരായ സെക്യൂരിറ്റി ഓഫീസറെയും ഈ കുറ്റക്കാരായ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് എതിരെയും കള്ളക്കേസ് കൊടുത്ത അവർക്കെതിരെ ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. അതുമാത്രമല്ല, ഇവർക്കെതിരെ കൊട്ടാരക്കര പോലീസ് ഈ കള്ളക്കേസ് ആരോപിച്ചതിന് കൊട്ടാരക്കര പോലീസ് ഇതിന് നടപടിയെടുക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ കൊട്ടാരക്കര പ്രസ് ക്ലബ്ബിൽ പോയി ഇതിൻ്റെ കാര്യവുമായി സംബന്ധിച്ച് എല്ലാ തെളിവുകളും ഞാൻ അവിടെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോട് ഞാൻ എൻ്റെ വിഷമങ്ങളും എൻ്റെ ഉൾപ്പേടികളും ഞാൻ അവരോട് പങ്കുവെച്ചിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കാമെന്ന്. പ്രതികരിക്കട്ടെ, അവർ പ്രതികരിക്കാം. അവരുടെ എല്ലാ സ്വാധീനങ്ങളും ഇതിനകത്ത് ഉപയോഗിക്കുമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടും അറിയാം. പക്ഷേ ഞാൻ ഏത് നീതിപീഠത്തിൻ്റെ അങ്ങേ അറ്റത്തും ഞാൻ നീതി തേടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.